സീമാറിൽ എക്സാലോജി കേസിന്റെ ലക്ഷ്യം വീണയല്ല താനാണ് എന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് നൽകിയ മൊഴി മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. എന്നാൽ എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ വരുന്നവരെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഉദ്ദേശമുണ്ട്, തന്നെ തട്ടുക. വീണ ഉടമയെ ലേക്കർ ഇന്ത്യ കമ്പനിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനുമായുള്ള അടുപ്പം കൊണ്ടാണ് മകൾ ടി വീണയ്ക്ക് പണം നൽകിയത് എന്നുള്ളതാണ് ശശിധരൻ കർത്തയുടെ മൊഴി. എന്നാൽ അത് ശരി. അപ്പൊ എന്നെ പറ്റിയുള്ള നിന്റെ ധാരണ ഏതാ? അതൊന്നുമല്ല, നീ ചിലപ്പോ മറന്നുപോയാലോ എന്ന് കരുതി. നീ ഒരു നല്ല ഫ്രണ്ടല്ല, നിനക്ക് ആത്മാർത്ഥതയില്ല. ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വാദത്തെ തള്ളുകയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ. എല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് വാദം. മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാകൂ. രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ, രേഖ കാണിച്ചോട്ടെ. എന്നെ ദ്രോഹിക്കാൻ ഇവൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കെണിയായൊക്കെ. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പതിവ് മാത്രമല്ലല്ലോ, ഒരു രാശി കൂടിയാണല്ലോ. ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ചു നാൾ നോക്ക്, എന്താണ് ചെയ്യാൻ പറ്റുക. ലേക്കർ ഇന്ത്യ കിട്ടിയാൽ ഇങ്ങനെ ഒരു ദാരിദ്ര്യവാസി അഭിമാനം ഇല്ലേ? ഇല്ല. എന്നൊരു കമ്പനി കൂടി ടി വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ട് എന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ബാങ്ക് അക്കൗണ്ട് അടക്കം മരവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് മറു ചോദ്യമാണ് പിണറായി വിജയന്റെ മറുപടി. കമല ഇന്റർനാഷണൽ വിട്ടോ? അല്ല, കമല ഇന്റർനാഷണൽ വിട്ടോ? ഒരു ഷെയറൊന്നും എന്നെ കൂടി ബിസിനസ് എടുക്കോ? അതെ, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ചുറ്റിക്കളി ഇന്റർനാഷണൽ വിട്ടോ? അല്ല, കമല ഇന്റർനാഷണൽ വിട്ടോ? കമല ഇന്റർനാഷണൽ വിട്ടോന്ന് എങ്ങനെയാ? ഒരു മാറ്റവും ഇല്ലല്ലോ. എങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്.